മെഡിക്കൽ ഇൻഷുറൻസ് എടുത്തിരുന്നെങ്കിൽ ഈ ഗതി വരില്ലായിരുന്നു. മാൻകൂളിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് നനവ് പടർന്ന കണ്ണുകളോടെ സമീർ പറഞ്ഞത് ഇതായിരുന്നു. ഒരു മാസത്തിലേറെയായി സമീറിന്റെ ഉമ്മ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. പ്രവാസി മലയാളി ഇന്നലെ ഇത് സമാനമായ ഒരു വാർത്ത പങ്കുവച്ചിരുന്നതാണ്. മെഡിക്കൽ ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെ പറ്റിയായിരുന്നു ആ വാർത്ത. ഇപ്പോൾ സമാനമായ ഒരു സംഭവം കൂടി പുറത്തേക്ക് വരികയാണ്. ഒരു മാസത്തിലേറെയായി സമീറിന്റെ ഉമ്മ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണ്. ആശുപത്രി ബില്ല് ഇതിനകം തന്നെ 5 ലക്ഷം ദിർഹമായി, അതായത് ഏവരും ഞെട്ടുന്ന തരത്തിലേക്ക് 1 കോടിയോളം രൂപ. സന്ദർശക വിസയിലായതിനാൽ ഇവിടുത്തെ സർക്കാർ ആശുപത്രിയിൽ പ്രവേശിക്കാൻ കഴിയുന്നുമില്ല. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന സംഘടനകളും കോൺസുലേറ്റുമൊന്നും ഇക്കാരണത്താൽ സഹായിക്കാൻ കഴിയാതെ വിഷമിക്കുകയുമാണ്. എന്തു ചെയ്യണമെന്നറിയാതെ വലയുകയാണ് സമീറും സഹോദരനും. ഇതിനിടെ വിസിറ്റിംഗ് വിസയുടെ കാലാവധി ഇന്നലെ കഴിഞ്ഞതിനാൽ 1000 ദിർഹം മുടക്കി അത് പുതുക്കേണ്ടി വന്നു. തൃശൂർ ചാവക്കാട് സ്വദേശിയായ സമീർ പിതാവ് മരിച്ചതിനെ തുടർന്ന് നാട്ടിൽ ഒറ്റയ്ക്കായ ഉമ്മയെയും കൂട്ടി ദുബായിക്ക് വന്നതാണ്. സഹോദരൻ ഇവിടെ ബാങ്കിൽ ജോലിയുണ്ട്. വിസിറ്റിംഗ് വിസയിലാണ് ഉമ്മയും സമീറും വന്നത്. കരാമയിലായിരുന്നു താമസം. എന്നാൽ ഡിസംബർ 2-ന് അർദ്ധരാത്രിയോടെ ഉമ്മയ്ക്ക് ശ്വാസമുട്ടൽ കലശലായി. മൻകൂളിലെ ആശുപത്രിയിൽ എത്തിച്ചു. ഹൃദയത്തിന് തകരാറുണ്ടെന്നും ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ പെട്ടെന്ന് പക്ഷാഘാതവും ഉണ്ടായി. ഉടൻ ശസ്ത്രക്രിയ നടത്തിയില്ലെങ്കിൽ ജീവൻ അപകടത്തിലാകുമെന്ന് കണ്ടതോടെ അതും നടത്തി. ഫെബ്രുവരിയിൽ ഹൃദയാഘാതം മൂലമാണ് സമീറിന്റെ പിതാവ് മരിച്ചത്. മാതാവിനെ കൂടി നഷ്ടപ്പെടാൻ കഴിയാതെ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും എല്ലാം അനുമതി നൽകുകയായിരുന്നുവെന്ന് നിറക്കണ്ണുകളോടെ സമീർ പറഞ്ഞു. മെഡിക്കൽ ഇൻഷുറൻസ് എടുത്താലും പ്രയോജനമില്ലെന്ന് പറഞ്ഞ് ചില ഏജൻസികൾ തന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെന്നും സമീർ പറഞ്ഞു. വിസിറ്റിംഗ് വിസ എടുത്തു കഴിഞ്ഞ് തിരക്കിയപ്പോഴാകട്ടെ വിസ എടുക്കുന്നതിന് മുമ്പ് വേണമായിരുന്നു ഇൻഷുറൻസ് എടുക്കേണ്ടതെന്നും ഇനി വേണമെങ്കിൽ ക്യാൻസൽ ചെയ്തിട്ട് എടുക്കാനുമാണ് പറഞ്ഞതെന്നും ചൂണ്ടിക്കാട്ടി. ആശുപത്രിക്കാർ കഴിയുന്നതെല്ലാം ചെയ്യുന്നുണ്ടെന്നും എന്നാൽ ഇത്ര ഭീമമായ ചെലവ് വന്നതോടെ അവർക്കും പരിമിതികളുണ്ട് എന്നുമാണ് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സഹോദരന്റെ ജോലിയും അത്ര സുരക്ഷിതമല്ല. ആരെങ്കിലും സഹായിക്കാതിരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ലെന്ന് സമീർ പറഞ്ഞു. മെഡിക്കൽ ഇൻഷുറൻസ് ഇതിനോടകം തന്നെ ഉറപ്പാക്കണമെന്ന വാർത്തയാണ് നിങ്ങൾക്ക് മുന്നിൽ എടുത്തുവെക്കുന്നത്. UAE-യിലേക്ക് വരുന്നവർ തൊഴിൽ വിസയിലോ അംഗീകൃത രജിസ്ട്രേഡ് ഏജൻസികളുടെ വിസയിലോ മാത്രമേ വരാവൂ എന്ന് ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ വിപുൽ പറയുകയുണ്ടായി. ടൂറിസ്റ്റ് വിസയിലോ വിസിറ്റിംഗ് വിസയിലോ വരുന്നവർ ഇന്ത്യയിൽ നിന്ന് മെഡിക്കൽ ഇൻഷുറൻസ് ഉറപ്പാക്കിയ ശേഷമേ എത്താവൂ എന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഇൻഷുറൻസ് പരിരക്ഷയില്ലാതെ എത്തിവലയുന്ന ധാരാളം സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഉയർന്ന ആശുപത്രി ചിലവുകളും മറ്റും പ്രശ്നങ്ങൾ ഗുരുതരമാക്കും. ആർക്കും സഹായിക്കാൻ കഴിയാത്ത നിലയിലേക്കാവും പലപ്പോഴും കാര്യങ്ങൾ പോകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദുബായ് ഷോപ്പിംഗ് ഫെസ്റ്റിവലും മറ്റും നടക്കുന്ന സാഹചര്യത്തിൽ ധാരാളം ഇന്ത്യക്കാർ വരുന്നുണ്ട്. ഇനി എക്സ്പോ 2020 സമയത്തും ധാരാളം പേർ എത്തും. അപ്പോഴെല്ലാം ഇക്കാര്യം ഓർമ്മയുണ്ടാകണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.